മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹാ. ഹല്ലേലൂയാ, 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 ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ ഈ നവമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും ദൈവപുത്രനും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ ഹൃദ്യമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവവചനം ശ്രദ്ധിക്കുക, ആ വചനത്തോട് വളരെ ഹൃദ്യമായ നിലയിൽ പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ്. ആകയാൽ ഈ മാധ്യമത്തിലൂടെയും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഈ ദൈവവചന സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ഒരു ശരിയായ രൂപാന്തരം വരുവാൻ ദൈവവചനത്താൽ ഉളവാകുന്ന ഏറ്റവും അനുഗ്രഹീതമായ ആത്മീക സന്തോഷവും ആത്മീക അനുഗ്രഹവും എല്ലാറ്റിനേക്കാൾ ഉപരിയായി ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടിയ കണ്ടെത്തേണ്ടിയ ഏറ്റവും ശ്രേഷ്ഠമായതിനെ കണ്ടെത്തുവാൻ നിങ്ങൾക്കിടയായി തീരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവവചന സന്ദേശത്തിന് ആധാരമായിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം പ്രാരംഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം ഞാനിപ്രകാരം വായിക്കുന്നു. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഒരു കുഞ്ഞാടായിട്ട് വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവം എന്നുള്ളതായ നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് എഴുത്തുകാരനായ യോഹന്നാൻ ഈ സുവിശേഷം എഴുതുകയാണ്. വേദപുസ്തകത്തിലെ പുതിയ നിയമഭാഗമായിരിക്കുന്ന ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷ ഭാഗങ്ങളെന്ന് അറിയപ്പെടുന്നു. ആ സുവിശേഷ ഭാഗങ്ങളിൽ 4 സുവിശേഷങ്ങളിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 4 വിധത്തിലുള്ളതായ സവിശേഷതകൾ, പ്രത്യേകതകൾ വെളിപ്പെടുത്തിയാണ് ദൈവദാസന്മാർ ക്രിസ്തുവിനെ അവരുടെ സുവിശേഷങ്ങളിലൂടെ എഴുതുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. 4-ാമത്തെ സുവിശേഷമായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നുള്ളതായ ആ വലിയ സത്യത്തെ യോഹന്നാൻ എഴുതുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ഈ പ്രാരംഭ ഭാഗത്ത് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ ശ്രേഷ്ഠനായിരിക്കുന്ന സ്നാപക യോഹന്നാൻ, ആ യോഹന്നാൻ തൻ്റെ ശുശ്രൂഷയുടെ ആ പ്രാരംഭ സമയങ്ങളിൽ കടന്നു വരുന്ന യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് യോഹന്നാൻ വിളിച്ചു പറയുന്ന ധന്യമായ അനുഗ്രഹീതമായ ഏതൊരു കാലഘട്ടത്തിലുമുള്ള ആളുകൾ ആവേശത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം, ഒരു പ്രസ്താവനയാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ നിർവഹിക്കുവാൻ ഇടയായത്. ഒരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയും, യേശു ക്രിസ്തു എന്ന് പറയുന്ന
ആ അനുഗ്രഹീതനായ വ്യക്തിവിശേഷത്തെ വളരെ സംക്ഷേപിക്കുന്ന ഒരു പ്രയോഗമായി, ഒരു പ്രസ്താവനയായിട്ടാണ് ഈ വേദഭാഗത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വീണ്ടും അതേ കാര്യം തന്നെ 36-ാമത്തെ വാക്യത്തിലും ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. രണ്ട് ഭാഗത്തിലും യേശു ക്രിസ്തുവിനെ കുഞ്ഞാട് എന്നുള്ളതായ ആ നിലയിലാണ് സംബോധന ചെയ്യുന്നത്. തൻ്റെ കൂടെ നിൽക്കുന്നതായ ആളുകൾ, യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആളുകൾ അവിടെ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരോട് കർത്താവ് കടന്നു പോകുന്നത് കാണുമ്പോൾ അവരോടാണ് ഈ യോഹന്നാൻ പറയുന്നത്: നോക്കുക, കാണുക, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ കടന്നു പോകുന്നു എന്നുള്ളതാണ്. സുവിശേഷത്തിൻ്റെ സാരസത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ്. യേശു ക്രിസ്തു പാപികളുടെ രക്ഷകൻ എന്നുള്ളതാണ്. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ: ലോകത്തിൻ്റെ പാപം. ഇവിടെ ലോകം എന്ന് പറയുന്നത് ഈ മുഴുവൻ ലോകത്തെയും അങ്ങനെ തന്നെ സംക്ഷേപിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ദൈവസ്നേഹത്തിൻ്റെ ആഴം വിശദമാക്കുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാൻ ശ്രമിക്കുമ്പോൾ അവിടെയും നാം വായിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ലോകം എന്ന് പറയുന്ന പ്രയോഗം അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോകം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ വസിക്കുന്നവരായിരിക്കുന്ന സകല മനുഷ്യരെയും സകല ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രയോഗമായിട്ടാണ് ലോകം എന്നതായ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. വേദപുസ്തകത്തിൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ, ആശയങ്ങളിലാണ് ലോകം എന്നുള്ളതായ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തുള്ളതായ സകല ആളുകളെയും അവിടെ നിന്ന് സ്നേഹിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ പാപം എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുതയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വേദപുസ്തകം ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വസ്തുതയുണ്ട്, ഒരു സത്യമുണ്ട്. അത് മനുഷ്യൻ്റെ പാപം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനിലെ പാപത്തിൻ്റെ യഥാർത്ഥമായ വശത്തെയും ആ പാപത്തിൻ്റെ ഉത്ഭവത്തെയും പാപം മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെയും വേദപുസ്തകമാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ പാപ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ആളുകളും, എല്ലാ മനുഷ്യരും പാപികളാണ് എന്ന വസ്തുത വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രമാത്രം പ്രചാരം നേടിയ, ഇത്രമാത്രം ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യൻ പാപിയാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരു പഴഞ്ചൻ പ്രമാണമല്ലേ എന്നൊരു പക്ഷേ ലോകത്തിൽ ഇന്നത്തെ ആളുകൾ, ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ ചിന്തിക്കുവാനും ചോദിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പാപം മനുഷ്യ ജീവിതത്തെ എല്ലാ നിലകളിലും മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാപം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ സ്വാധീനിച്ച് ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാവിധമായ ജീവിത സുഖങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മനുഷ്യനിലെ പാപമല്ലേ എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ടതായ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം വസിക്കുന്നതായ ഈ ലോകം എന്ന് പറയുന്നത് സർവകൃപാലുവായ ദൈവം മനുഷ്യന് വസിക്കുവാൻ, മനുഷ്യന് ജീവിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു നൽകിയ മനോഹരമായ, പ്രകൃതി രമണീയമായ, അനുഗ്രഹീതമായ ഒരു പ്രപഞ്ചം, ഒരു ഭൂമിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ചതായ നാൾ മുതൽ ദൈവത്തോടു കൂടെയുള്ള സഹവർത്തിത്വത്തിൽ, ദൈവത്തോടു കൂടെയുള്ളതായ ജീവിതത്തിൽ, ആ ജീവിതം മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകേണ്ടതായ മനുഷ്യൻ ദൈവിക പ്രമാണങ്ങളോട്, ദൈവിക കൽപ്പനകളോട് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകലപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തോട് നിയമലംഘനം നടത്തിയപ്പോൾ, ദൈവിക പ്രമാണങ്ങളോട്
വിരുദ്ധമായ നിലപാടുകൾ മനുഷ്യൻ സ്വീകരിച്ചപ്പോൾ, ദൈവിക സത്യങ്ങളോട് മനുഷ്യൻ മറുതലിച്ചു നിന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവനിലേക്ക് പ്രവേശിക്കപ്പെട്ട പാപം. ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഏക മനുഷ്യനായിരിക്കുന്ന ആദാമിലൂടെ പ്രവേശിക്കപ്പെട്ടതായ പാപം സന്തതി പരമ്പരകളിലൂടെ ഇങ്ങനെ തുടർന്ന് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന സകല ആളുകളിലും ഈ പാപം പരന്നിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ആളുകളും പാപമാണ്, പാപികളാണ് എന്ന വസ്തുത നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബൈബിൾ മനുഷ്യനിലെ പാപത്തെയും മനുഷ്യൻ്റെ പാപ അവസ്ഥയെയും പാപത്താൽ മനുഷ്യനുണ്ടായതായ ജീവിതത്തിൻ്റെ പരാജയങ്ങളെയും വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ തന്നെ ആ പാപത്തിൽ നിന്ന് മനുഷ്യനുള്ളതായ പരിഹാരവും ഈ ബൈബിൾ തന്നെ നിർദ്ദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപിയാണെന്ന വസ്തുത എല്ലാവരും ഒരുപോലെ അംഗീകരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ലോകത്തിലെ മതങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി, പാപത്തിൻ്റെ ക്ഷമയ്ക്കു വേണ്ടി, പാപത്തിൽ നിന്നുള്ളതായ വിടുതലിനു വേണ്ടി മനുഷ്യൻ പലവിധമായ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാനും പാപിയാണെന്ന വസ്തുത അവരും അറിഞ്ഞോ അറിയാതെയോ സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പാപം എല്ലാ മനുഷ്യരിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന, പരന്നിരിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ ഗ്രസിച്ചിരിക്കുന്നതായ ആ പാപം മനുഷ്യനെ നാശത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്കാണ് കൊണ്ടുചെന്നാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച്, പാപത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് വേദപുസ്തകത്തിലൂടെ മാത്രമല്ല, ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ പാപം എത്രമാത്രം ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നവമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ സഹോദരങ്ങളോട്, സ്നേഹിതന്മാരോട്, പ്രിയപ്പെട്ടവരെ, വളരെ വിനയത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഒരു വസ്തുത ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, ഈ ലോകത്തിൽ ജനിച്ചു വളർത്തപ്പെടുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവർ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ, നമ്മിലേക്കും ആ പാപം പ്രവേശിക്കപ്പെടുവാനിടയായി. അറിഞ്ഞോ അറിയാതെയോ എന്തെല്ലാം പാപങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളൊക്കെ ചെയ്തു കൂട്ടുവാൻ ഇടയായി തീരുന്നത്. ഈ പാപത്തിന് പരിഹാരം ഉണ്ടാകേണ്ടിയത് ആവശ്യമാണ്. ഈ പാപത്തിന് പാപക്ഷമ ഉണ്ടാകേണ്ടിയത് ആവശ്യമാണ്. നാം ഈ ഭാഗം വിശുദ്ധ ബൈബിളിൽ നിന്നോട് നമ്മൾ ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ശ്രമങ്ങൾ നടത്തിയതും അതൊക്കെ പരാജയമായി പോയതുമൊക്കെ അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗമായിരിക്കുന്ന പഴയ നിയമ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം പ്രാരംഭ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. പാപപരിഹാരത്തിനു വേണ്ടി, പാപക്ഷമയ്ക്കു വേണ്ടി മനുഷ്യൻ യാഗങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ആ യാഗങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവയെല്ലാം കേവലം പാപങ്ങൾ മറയ്ക്കപ്പെട്ടിരുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ്. സമ്പൂർണമായ പാപക്ഷമ യാഗങ്ങൾ കൊണ്ട് മനുഷ്യന് നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുവാൻ ദൈവം ആഗ്രഹിച്ചിട്ട്, ദൈവം ഇച്ഛിച്ചിട്ട്, ദൈവം തന്നെ ഒരുക്കിയ ഒരു രക്ഷാമാർഗമാണ് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഈ സ്നാപക യോഹന്നാൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും, വിശേഷാൽ ബൈബിൾ നാടുകളിൽ ജീവിക്കുന്ന, അവിടെ ജനിച്ചു വളർത്തപ്പെട്ട ആളുകൾക്ക് കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പരിചിതമാണ്. അവരുടെ ജീവിതത്തിൽ അടർത്തി മാറ്റുവാൻ കഴിയാത്ത ഒരു മഹാസംഭവത്തിന് അതിന് അന്ത്യം കുറിക്കുവാനിടയായത് ഒരു കുഞ്ഞാടിൻ്റെ യാഗാർപ്പണത്തിലൂടെയാണ് എന്നുള്ളത് ഏതൊരു ഇസ്രായേല്യനും ഏതൊരു യഹൂദനും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നതായ ആ ഒരു സത്യത്തെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാ, പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരാണ് ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ എല്ലാ മഹിമകളും ഇടിഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക്
ജഡവേഷമെടുത്ത് മനുഷ്യവേഷമെടുത്ത് മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ഇവിടെ സ്നാപക യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് അവിടുന്ന് പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. ലോകം മുഴുവനും പാപത്താൽ മലീമസമായപ്പോൾ, ലോകത്തിലെ സകല ആളുകളും പാപത്തിൻ്റെ വിഷയത്തിൽ ഒരുപോലെ തുല്യരായി തീർന്നപ്പോൾ, അവർക്ക് പാപമോചനം കൊടുക്കുവാൻ, പാപക്ഷമ കൊടുക്കുവാൻ, പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപമറിയാത്ത ഒരുവൻ ഈ ലോകത്തിലേക്ക് വരേണ്ടിയത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് പാപം ചുമക്കുവാൻ എല്ലാ നിലയിലും യോഗ്യനായ ഒരുവനായിട്ടാണ് ക്രിസ്തുവിനെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകളും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകളുമൊക്കെ വർണ്ണനാതീതമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ഏറെ കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ലോകത്തിൻ്റെ ചിന്തയിൽ യേശുക്രിസ്തു വളരെ വികലമായിട്ടായിരിക്കാം ചിത്രീകരിച്ചിരിക്കുന്നത്. മതങ്ങൾ ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ വളരെ വികലമായിട്ടായിരിക്കാം ചിത്രീകരിച്ചിരിക്കുന്നത്. ലോകത്തിന് ഒരുപക്ഷെ ക്രിസ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മതത്തിൻ്റെ വക്താവായി, ഒരു മത നേതാവായിട്ട് ായിരിക്കാം ലോകം ക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ളതായ ഉന്നതന്മാരായ ആളുകൾ, ചരിത്രകാരന്മാരായ ആളുകൾ, ശാസ്ത്രപടുക്കളായ ആളുകൾ ക്രിസ്തുവിനെ വേറെ പല വ്യത്യസ്തങ്ങളായ നിലകളിലാണ് മനസ്സിലാക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ളത്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹീത വ്യക്തിവിശേഷം എന്ന് പറയുന്നത് ജനനം കൊണ്ട് ആരംഭിച്ചവനല്ല. പിന്നെയോ ജനനത്തിൽ ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപേ അവിടുന്ന് ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. ദൈവമായിരുന്നവൻ എന്നുള്ളതാണ്. അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവനാണ്, മഹാദൈവമാണ് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയുള്ളതായ മാധ്യമങ്ങളിലൂടെയും ലഭിക്കുന്നതായ എല്ലാ അവസരങ്ങളിലും ഞങ്ങൾക്ക് ആവേശത്തോടുകൂടെ പറയുവാൻ കഴിയുന്നതിൻ്റെ ഏക കാരണം കേവലം ക്രിസ്തു ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലല്ല, പിന്നെയോ മനുഷ്യാതീതനാണ്. അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണ്. ദൈവമായിരുന്നവൻ മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, അവന് പാപമോചനം കൊടുക്കുവാൻ ഈ ലോകത്തിലേക്ക് ജഡവേഷമെടുത്ത് മനുഷ്യവേഷമെടുത്ത് കടന്നു വന്ന വ്യക്തിത്വമായിട്ടാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്. അതാണ് തിരുവെഴുത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട്, എഴുതുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഇന്ന് ഈ മാധ്യമത്തിലൂടെ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാനുള്ള ആവേശമെന്ന് പറയുന്നത് അവിടുന്ന് കേവലം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലല്ല, പിന്നെയോ അവിടുന്ന് മഹാദൈവമാകയാൽ, അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാകയാൽ, സാക്ഷാൽ ദൈവമാകയാൽ ഈ ക്രിസ്തുവിനെ പോലെ മറ്റൊരു വ്യക്തിത്വം, മറ്റൊരു ദൈവം ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും പാടുവാനും എഴുതുവാനൊക്കെ വലിയ ആവേശമാണ്. കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി ക്രിസ്തു ദൈവമാണ് എന്നുള്ള വസ്തുത ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ വന്ന വ്യക്തിവിശേഷം എന്ന് പറയുന്നത് അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. ദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്തു. ഈ സ്നാപക യോഹന്നാന്റെ മുന്നിലൂടെ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ താൻ വിളിച്ചു പറഞ്ഞത് അവിടുന്ന് ലോകത്തിൻ്റെ പാപം കാണുക. ഈ വ്യക്തിവിശേഷം, ഈ വ്യക്തിത്വം ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചുമക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന വ്യക്തിത്വമായിട്ടാണ് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തു, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, എല്ലാ സുവിശേഷങ്ങളുടെയും ഒടുവിലത്തെ ഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിൻ്റെ, ഈ ലോക ജീവിതത്തിലെ ഒടുവിലത്തെ നിമിഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒടുവിലത്തെ ചില മണിക്കൂറുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സുവിശേഷകന്മാരും എല്ലാ എഴുത്തുകാരും യേശുക്രിസ്തുവിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ ഘട്ടങ്ങളെക്കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായ നിലകളിൽ രേഖപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ദൈവകുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തു, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപം ചുമക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ പാപം ക്രിസ്തു ചുമന്നൊഴിക്കുകയാണ്. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ വിസ്താരത്തെക്കുറിച്ചും യേശു ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി വിശാലമായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥൻ, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ
സന്ദേശങ്ങളിൽ ആകൃഷ്ടരായി അനേകം ആളുകൾ തൻ്റെ പിന്നാലെ കൂടുവാൻ ഇടയായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വലിയൊരു പുരുഷാരം താൻ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ഭരണ സംവിധാനങ്ങൾക്ക്, റോമ ഭരണത്തിന്, യഹൂദ മതത്തിന് യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിത രീതികളും ഉപദേശങ്ങളും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒന്നായിരുന്നു. എന്നാൽ അവർ ചിന്തിച്ചത് ഈ ക്രിസ്തുവിനെ അങ്ങ് ഒടുക്കിക്കളയുക, ഈ യേശുവിനെ അങ്ങ് കൊന്നുകളയുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ളതായ തക്കം അവർ ഒരുക്കുകയും ആ നിലയിൽ ക്രിസ്തു ക്രൂശിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മതത്തിൻ്റെ ആളുകൾ, യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ, റോമ ഭരണകൂടത്തിൻ്റെ അന്നത്തെ ഭരണകർത്താക്കന്മാർ, അവർ വിചാരിച്ചത് ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ ആളുകൾ കടന്നു പോകുന്നത് ഒഴിവാക്കുവാൻ, ക്രിസ്തുവിൻ്റെ പിന്നിൽ ആളുകൾ അണിനിരക്കുന്നത് ഒഴിവാക്കുവാൻ ഈ യേശുവിനെ കൊന്നുകളയുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശമായിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എന്തിനു വേണ്ടിയാണോ ഈ ക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്, ക്രിസ്തുവിൻ്റെ ജീവിതാന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തു താൻ തന്നെ പറയുകയുണ്ടായി, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഇവിടെ ഒരു മതം സ്ഥാപിച്ച്, ഇവിടെ ഒരു രാജ്യം സ്ഥാപിച്ച് ആ രാജ്യത്തിൻ്റെ രാജാവായി വാഴുവാൻ വേണ്ടിയിട്ടല്ല. ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ തേടി വന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, യേശു കർത്താവിൻ്റെ ആ പ്രസംഗങ്ങളിൽ എപ്പോഴും നെളിച്ചു നിൽക്കുന്നത് അനേകർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്ന, അനേകർക്കു വേണ്ടി മരിക്കുന്ന, അനേകരെ തൻ്റെ മരണത്താൽ തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പാപം ചുമക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഏകമായ ഉദ്ദേശം. ആ പാപം ചുമന്നൊഴിക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു ആ സമയമാകുമ്പോൾ, അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദന്മാരുടെയോ റോമാ ഭരണകൂടത്തിൻ്റെയോ തീരുമാനപ്രകാരമായിരുന്നില്ല. ക്രിസ്തു മരിക്കേണ്ടതായ സമയമായപ്പോൾ, പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു യാഗമായി തീരേണ്ടതിൻ്റെ ആ നിർണായകമായ ആ സമയത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മരണത്തിനായി ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ നാളുകളെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഗത്സമന എന്ന് പറയുന്ന ഒരു തോട്ടത്തിലേക്ക് ക്രിസ്തു കടന്നു പോകുന്നു. ആ തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന പ്രാണവേദനയോടുകൂടെയുള്ള പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സകലർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന, താൻ അനുഭവിക്കുവാൻ പോകുന്ന ആ വേദന സഹിക്കുവാനുള്ളതായ പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ ആ തോട്ടത്തിൽ തന്നെ താൻ പിടിക്കപ്പെടുന്നു. അങ്ങനെ പിടിക്കപ്പെട്ടതായ ക്രിസ്തുവിനെ ന്യായം വിധിക്കുവാനായിട്ട് അവിടെ ആ രാത്രിയിൽ തന്നെ മാറി മാറി പല സ്ഥലങ്ങളിലേക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുവാൻ ഇടയാകുന്നു. പ്രിയപ്പെട്ടവരെ, രാത്രിയിലെ ക്രിസ്തുവിൻ്റെ വിസ്താരവും വിചാരണയൊക്കെ നടക്കുകയാണ്. അടുത്ത ദിവസം തന്നെ നാം മനസ്സിലാക്കുന്നത് പോലെ ഭാരമേറിയ മരക്കുരിശ് ചുമന്നുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു ഗോൽഗോഥ എന്ന് പറയുന്ന മലയിലേക്ക് നടന്നു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ ഗോൽഗോഥ മല വരെയും വീണും എണീറ്റുമുള്ളതായ മുറിപ്പാടുകൾ, മാത്രമല്ല റോമ പടയാളികളുടെ പ്രഹരങ്ങൾ ഏറ്റുകൊണ്ട് ശരീരമാശകലും മുറിവുകളാൽ നിറയപ്പെട്ടതായ ഒരവസ്ഥ, ഇങ്ങനെ ക്ഷീണിതനായി ഏറ്റവും വിഷമത അനുഭവിക്കുന്ന ഒരു കർത്താവിനെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ തലയിൽ മുൾക്കിരീടം കൊണ്ട് അവനെ ആഞ്ഞടിക്കുവാൻ ഇടയാകുന്നു. നിന്ദയും പരിഹാസവും യേശു കർത്താവ് അനുഭവിക്കുന്നു. ലോകത്തിൻ്റെ പാപം യേശു കർത്താവ് ചുമക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, മാന്യമിത്രമേ, നിങ്ങൾക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, സകലർക്കും വേണ്ടി, എനിക്ക് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ യാഗാർപ്പണം നമുക്കവിടെ കാണുവാനിടയാകുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്തും ഇങ്ങനെ വായിക്കുന്നു, ഇനി ഒരു യാഗവും ആവശ്യമില്ലാതെ വണ്ണം പാപത്തിന് എന്നേക്കുമായിട്ടുള്ളതായ സമ്പൂർത്തി വരുത്തിക്കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു സമ്പൂർണ്ണ യാഗമായി കൽവരിയിലെ ആ കുലമരത്തിൽ മരിക്കുവാൻ ഇടയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സന്ദേശം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. യേശു ക്രിസ്തു അവിടെ നിന്ന് മരിച്ചവനെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ നവമാധ്യമത്തിലൂടെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്
യേശു ക്രിസ്തു മരിച്ചവനെങ്കിലും മരണം കൊണ്ട് അവസാനിക്കാതെ മരണത്തിൻ്റെ എല്ലാ പാശങ്ങളെയും വെന്നുകൊണ്ട് മരണത്തിൻ്റെ മേൽ ജയഭേരി മുഴക്കുവാൻ, മരണത്തിൻ്റെ മേൽ വിജയം കൊണ്ടാടുവാൻ ഇടയായി തീർന്നു. ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ചവനാണ് ദൈവപുത്രനായ ക്രിസ്തു. ലോകത്തിൻ്റെ പാപം ചുമക്കുവാൻ കടന്നു വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈ ക്രിസ്തു പാപം ചുമന്നു. പ്രിയ സ്നേഹിത, എന്നെയും താങ്കളെയും രക്ഷിക്കുവാൻ, എന്നെയും താങ്കളെയും വീണ്ടെടുക്കുവാൻ, നിത്യത നമുക്ക് അവകാശമായി നൽകുവാൻ, സ്വർഗം തരുവാൻ യേശു കർത്താവ് സകലവും മനസ്സോടെ സഹിച്ചുകൊണ്ട് മരണം വരിച്ച് ആ അരിമത്തിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടവനെങ്കിലും ആ കല്ലറയിൽ നിന്ന് 3-ാം ദിവസം ഉദ്ധാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് അവിടെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാൻ ഇടയായി. ഈ ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്. ആ അനന്തമായ ആത്മീക സന്തോഷത്തിലേക്കാണ് പ്രിയ സ്നേഹിത താങ്കളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പാപത്തിന് ഒരു മാർഗം, പാപത്തിനൊരു മോചനമില്ല, പാപത്തിനൊരു പരിഹാരമില്ല. ആകയാൽ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യജീവൻ്റെ അവകാശികളായി യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള അനുഗ്രഹീതമായ ഒരു ജീവിതം നയിപ്പാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളേവരെയും സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർപ്പിച്ചുകൊണ്ട്, ക്രിസ്തുനാഥനിൽ ക്രിസ്തുവിലൂടെ അല്ലാതെ ആത്മരക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല എന്ന വസ്തുത ഓർപ്പിച്ചും കൊണ്ട് ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനം മശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനം മശിഹാ. ഹല്ലേലൂയാ, 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 കൂടിതൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കൂടിതൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ,
മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.